എക്സിബിഷൻ നടക്കുന്ന ഇബ്രാഹിം പാലസിന്റെ മുന്നിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ ആ പരിപാടി കാണാൻ വേണ്ടി പോവാണ്. ബോസ് നമ്മളെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ കുഞ്ഞാപ്പി ഉണ്ട്. سرطان ورد حياكم وبياكم في مهرجان البشت الحساوي، نورتونا وشرفتونا. حياك الله، مرحبا وسهلا. سرطان ورد حياك، هلا والله، الله يحييك يبقيك. حياك الله، مرحبا وسهلا. سرطان ورد حياك وبياك، مرحبا وسهلا. حياك. ലാസ്റ്റ് ദിവസം വന്നു. ഇബ്രാഹിം പാലസിനകത്തുള്ള കയറിയിട്ട് അതിന്റെ നടുമുറ്റത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. കാണാതാ ഇതിന്റെ അകത്തുള്ള ഓരോരോ കാഴ്ചകൾ. ഇതിപ്പോ നമ്മള് സെന്ററിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാണ്. ഇതാണ് ആളുകളൊക്കെ ഇങ്ങനെ കറങ്ങുന്നത്. ഇത് ഇവിടുത്തെ കുബ മസ്ജിദിന്റെ കുബയാണ് കാണുന്നത്. ഇവിടെ ഫുള്ള് ആളുകളാണ്. ആളുകളുടെ ഹെറിറ്റേജ് കമ്മീഷൻ എന്നാണ് ഇതിന്റെ പേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇവരെ പരമ്പരാഗതമായ പല ഉൽപ്പന്നങ്ങളും ഇവരെ പരമ്പരാഗത ഡ്രസ്സുകൾ, അതിന്റെ ശൈലികളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവരെ പരമ്പരാഗത ഡ്രസ്സ് ഇത് എങ്ങനെയാണ് ധരിക്കുന്നത് ഇവിടെ വിശദീകരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്ത് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഫോട്ടോ എടുത്ത് നമുക്ക് അതിൻ്റെ കോപ്പി തരും. في البداية نجيب البشت من الخلف، وقبل ما ننزل البشت نرفع الشماغ من ورا، بحيث إذا نزلت البشت ما ينشد الشماغ. داخل يد اليمين ومن اليسار. وزن أكتاف നമ്മളെ പഴയ കോട്ടൻ്റെ ഫോട്ടോകളാണ്. ഏകദേശം എത്ര കൊല്ലം? 10-20 കൊല്ലം മുമ്പുള്ള ഫോട്ടോ. പഴയ ഇസ്തിരിപ്പെട്ടി ഇതാണ്. ഇസ്തിരി അയൺ ബോക്സ്, നൂലുണ്ട് അയൺ ബോക്സും. هذه للفنانة روان عبد الرحمن، فنانة حساوية. روان عبد الرحمن كيمياء. اوكي؟ يا استخدمت هذه الخيوط القديمة، تستخدم كانت في البشور عشان يدخلون الفكرة القديمة والجديدة مع بعض. صوت بيده صوت بيده Ahmad slowly. പോയി. Next. Go back. Yeah, ഒന്നും പറയാം. عنده مطرقة ولوح خشبي من أجود أنواع الخشب. هذا من خشب الصندل والسيسم، له قوة الفولاذ الضرب عليه يأتي من الهند. طبعا الهدف من الضرب على هذه الخشبة، أولا الخشبة تعطي نغمة جميلة. സൗദിയുടെ ഫൗണ്ടർ കിങ് അബ്ദുൽ അസീസ് രാജാവ്, പിന്നെ അദ്ദേഹത്തിന്റെ ഫൈസൽ രാജാവല്ലേ ഇത്? ഖാലിദ عبد العزيز خالد فيصل عبد العزيز سعود فيصل خالد فهد عبد الله سلمان. എല്ലാവരും ആയല്ലോ.
പറയടി. ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ചർക്കയുടെ ഒരു അറേബ്യൻ രൂപമാണത്. തൊടാൻ പറ്റണോ? തൊടാൻ പറ്റില്ല, ഗ്ലാസിനകത്താണ്. നെയ്യിട്ടൊന്നും കാഴ്ചകളൊന്നും നമ്മൾ അറിയില്ല, പക്ഷെ അതിന് ചർക്കയുടെ രൂപം കാണാം, ഏറ്റവും പഴയ രൂപത്തിലുള്ളത്. ഇവിടുത്തെ അത്തർ ഐറ്റങ്ങൾ അത് പരിചയപ്പെടുത്തുകയാണ്. കൂടുതലും സ്ത്രീകളുള്ളതുകൊണ്ട് നമ്മൾ അതിന് പോകില്ല. തണുപ്പിനൊക്കെ ഉപയോഗിക്കുന്ന തൊപ്പിയൊക്കെ ഇവിടെ തുന്നിയ ടൈപ്പ്, അതുപോലെ പല തൊപ്പി ഐറ്റംസ് വേറെ. ചെരുപ്പൊക്കെ അതാ തുന്നി കൊടുക്കുന്നുണ്ട്. ആ ഇവിടെ കാലോടുക്കനെ കിടക്കണ്ടേ ഈ സാധനം. ഫോട്ടോ എടുത്തപ്പോ പോയി കാല് വെക്കിയേ, കാല് വെക്കി ഷൂ വെച്ച് നോക്കി. അതിനാണ് പൊക്കിയാൽ മതി, അതാണ് പൊക്കിയാൽ മതി. ആ വലിയൊരു അയക്കോറിനെ പിടിച്ചാൽ മതിലുണ്ട് ചെരുപ്പ്. ഇത് കാലിട്ടല്ലേ പുള്ളിക്കാരൻ ഇവിടെ ചെരുപ്പ് തുന്നി കൊടുക്കാണ്. എന്താണെന്ന് അറിയില്ല, ഗോൾഡിന്റെ ഒക്കെ വലിയ ബോള് കാണുന്നുണ്ട്. എന്താണ് നമ്മൾ ചോദിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും. ആ ഇവിടെ ഈ തോപ്പിലുള്ള ഇതാ ഈ സാധനത്തിന്റെ ഒരു വലിയ മോഡലാണ് ആ സാധനം. ഓക്കെ കോട്ടക്കകത്തുള്ളൊരു ആളാണത്. മുകളിൽ കുറച്ച് ഡിസൈനൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ചവിട്ടി വിൽപ്പനക്കാരനുണ്ട്. ആ സുപ്ര വിൽപ്പനക്കാരൻ. ആ സുപ്രയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ഇവിടുത്തെ സുപ്ര പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഈ സുപ്രകൾ. ഇതെല്ലാം ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പം എന്താ വില? ഇപ്പം വിലക്കില്ല, ഇതൊക്കെ എടുക്കപ്പെട്ടു. ഇപ്പം പ്ലാസ്റ്റിക് അല്ലേ. ഇത് ഓലകൾ ഉണ്ടാക്കിയുണ്ട്, ഈത്തപ്പൻ്റെ ഓലകൾ ഉണ്ടാക്കിയ സുപ്രകളാണ് ഇതൊക്കെ. നടുവിലൊരു ചെറിയ പോണ്ട് മരുണ്ട്, വെള്ളം പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ വെള്ളമൊന്നും ഇപ്പം ഇല്ല. നമ്മൾ ഈ പാലസിനകത്തുള്ള പള്ളിക്കകത്തേക്കാണ് അടുത്ത് കയറുന്നത്. രണ്ടരക്കാലത്ത് സുന്നത്ത് സ്കരിക്കേണ്ടവർക്ക് രണ്ടരക്കാലത്ത് സുന്നത്ത് സ്കരിക്കാം. നല്ല ഹൈറ്റുള്ള പള്ളി, നല്ല ആ കുബ്ബാണിത്. അത്രയും ഹൈറ്റാണിത്. ഒരു 10 മീറ്ററിനടുത്തം ഹൈറ്റ് തന്നെ ഉണ്ട് ഈ പള്ളി. ആ കുബ്ബ ഇതിനകത്ത് ചെറിയ ചെറിയ കുബ്ബകൾ വേറെ ഉണ്ട്, ഒരു ഹാഫ് കുബ്ബകൾ. ഇത് മിറാബ്. ബാങ്ക് കൊടുക്കാൻ സമയമെങ്കിൽ ബാങ്ക് കൊടുത്തോളി. ഇത് മുമ്പത്തെ ഒരു വലിയ അടുപ്പാണ് സംഭവം. ഇതിന് മുകളിൽ എന്തെങ്കിലും ഉണക്കാനുള്ളത് അല്ലെങ്കിൽ ഈത്തപ്പഴം ഇതുപോലെ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണക്കാനുള്ളത് വെക്കും. താഴെ അടുപ്പ് കത്തിക്കും. അതാണ് സംഭവം. ഒരുപാട് സാധനം ഒരേ സമയം ഉണക്കി വെക്കാൻ പറ്റും. ഉണക്കി സൂക്ഷിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ. കുഞ്ഞാപ്പാക്ക പുതിയ അടുപ്പായിക്കോളി, വലുതുണ്ട് ഇവിടെ. ഇവിടുത്തെ ഓരോ ഡ്രസ്സ് വ്യത്യസ്ത തരം. ഇത് എങ്ങനെയാണ് ഇതിന്റെ
ഇതിന്റെ കാര്യങ്ങളൊക്കെ طريقة اللي വിശദീകരിക്കണം. يفكر ഇതിന്റെ على ചരിത്രവും العرب. ഇതെങ്ങനെ ليش؟ ധരിക്കണം, عنده زباين ഇതിന്റെ معينين ഡിസൈനിങ്. يعني ما يقعد لك يفتح لك محل ويقعد لك ولا 30 محل ما عنده هالحكي. في زباين مخصوصه، هذه الوثائق. حكومتنا الرشيده تطلب من السفير في طهران ارسال بعض القطع الى السفير بغداد وتسلم الى العم عبد المحسن الامير عمي، لانه الوحيد اللي كان سابقا يخاطب الاسره. പാലസിന് പുറത്തുള്ള കോഫി ഷോപ്പുകളാണിത്.